കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്ന് ചിലർ പറയാറുണ്ട്. മനുഷ്യൻ്റെ അതുപോലെ പുള്ളിപ്പുലിയുടെ പുള്ളി മാറും എപ്പോഴായാലും. കുറുക്കൻ നീല വെള്ളത്തിൽ വീണ് നീലക്കുറുക്കൻ മഴ പെയ്തപ്പോൾ വീണ്ടും പഴയ കുറുക്കനായി അല്ലെങ്കിൽ കൂവാൻ തുടങ്ങി എന്ന് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം? കാരണം അദ്ദേഹം വളരെ കർക്കശക്കാരനാണ്. അദ്ദേഹം ആളുകളോട് അങ്ങനെ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ നായനാരോ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങളുടെ ഇടയിൽ പോയി കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ നായനാരെ പോലെ തമാശ പറഞ്ഞ് ചിരിക്കാനോ ഒന്നും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആവില്ല. അത് വേറൊരാളാണ്. മുഖ്യമന്ത്രി വേറൊരു പേഴ്സണാലിറ്റിയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു CPM ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എന്നാണ്. ആ രീതി സഹജമാണ്. അതിലാണെങ്കിൽ നമുക്ക് ടെൻഷനില്ല. അഭിനയിക്കേണ്ടി വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്. നോക്കൂ, മുഖ്യമന്ത്രിയുടെ PR വലിയ തോതിൽ പണം ചെലവാക്കിയിട്ടാണ് ആ PR വർക്ക് നടക്കുന്നത്. നൂറുകണക്കിന് കോടി രൂപയുടെ പണിയാണ് അതിൻ്റെ പ്രചരണത്തിന്. മുഖ്യമന്ത്രി പ്രത്യേക കാൻഡിഡേറ്റ് ആവുന്നു. ഇപ്പോൾ 11.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് മോഹൻലാലുമായി ഒരു ഇന്റർവ്യൂ നടത്തിയത്. അതിൻ്റെ ഗുണം എന്താണെന്ന് എനിക്കറിയില്ല. അത് വളരെ പ്ലാൻഡായ സിനിമ പോലെ ഒരു അഭിനയം പോലെയാണ് മുഖ്യമന്ത്രിയുടെ പല ഇന്റർവ്യൂകളും വരുന്നത്. മുഖ്യമന്ത്രിയുടെ എന്താ പറയുക, ഈ സ്തുതിപാഠകർ ഇങ്ങനെ അയ്യോ മഹാനാണ് അത്രയാണ് ഇതാണെന്ന് പറയും. ഞാൻ ഒരൊറ്റ വെല്ലുവിളിക്കാം, ഈ ചാനലുകളിൽ VD സതീശന്റെ ഇന്റർവ്യൂവിന്റെ അടുത്തെത്താൻ ഒരൊറ്റ ഇന്റർവ്യൂ പോലും ഏതെങ്കിലും ചാനലുകളിൽ സതീശന്റെ ഇന്റർവ്യൂവിന്റെ 7 അയലത്തെത്താൻ പോലും മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന് കഴിയില്ല. ഒരു ഇന്റർവ്യൂ ആയിട്ട് കാണുന്ന ആളുകൾ, പ്ലാൻഡായ ചോദ്യങ്ങൾ. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ഏറ്റവും വിമർശിച്ചിരുന്ന ആളുകൾ ഇന്റർവ്യൂ നടത്തുന്ന പോലും, സിന്ധു സൂര്യകുമാർ പോലും എന്തൊരു ഭവ്യതയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്യുന്നത്. പൈസ കൊടുത്ത ഇന്റർവ്യൂ ചാനലുകൾ കാണിക്കുക. അപ്പോൾ ചാനലുകൾക്ക് പൈസ കിട്ടും. ചാനലുകളെ ഞാൻ കുറ്റം പറയില്ല. അവർക്കിപ്പോൾ പൈസ കിട്ടിയാൽ ആരുടെ പരസ്യം അവർ കൊടുക്കും. നാളെ UDF കൊടുത്താലും അവർ കൊടുക്കും, BJP കൊടുത്താലും കൊടുക്കും. അത് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ പണമാണ് പോണേ എന്നുള്ളതാണ് ഞാൻ അതിൽ കണ്ട ഒരു കാര്യം. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് നാട്ടുകാരെ വീണ്ടും ഭരിക്കാൻ ഇന്റർവ്യൂ നടത്തുക. മോഹൻലാലിനെ വിളിച്ച് ഇന്റർവ്യൂ അങ്ങനെയൊക്കെ നടത്തി. ആ ഇന്റർവ്യൂവിലൊക്കെ വളരെ പതിഞ്ഞ് ചിരിക്കുന്ന, മൈക്കിനോട് വഴക്ക് കൂടാത്ത, ആളുകളോട് തമാശയൊക്കെ പറയുന്ന, കുട്ടികളെ മടിയിലിരുത്തുന്ന, എന്തൊക്കെയോ കപ്പ് പിടിക്കുന്ന ഒക്കെ കുറേ സംഗതികൾ വന്നു. ശാന്തനായ മുഖ്യമന്ത്രി, നിങ്ങൾ പറയണ മാതിരിയല്ല. എന്തൊരു അടക്കം, എന്തൊരു ഒതുക്കം, എന്തൊരു മനുഷ്യനുമായി ഇടപെടുമ്പോഴുള്ള ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഗംഭീരമാണ് എന്ന രൂപത്തിൽ വന്നു. നമുക്കറിയാം VS അച്യുതാനന്ദൻ ഒരു കാലത്ത് കേരളത്തിലെ പൊതുമാധ്യമങ്ങൾക്കും പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്കും ഒട്ടും ഇഷ്ടമുള്ള ആളായിരുന്നില്ല. കാരണം അദ്ദേഹം കർക്കശക്കാരനാണ്, വളരെ കടുത്ത ഭാഷയിൽ സംസാരിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം ആ നിലപാട് മാറ്റിയില്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദമൊന്നും മാറ്റിയില്ല. പക്ഷേ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയം മാറ്റി. രാഷ്ട്രീയം മാറ്റിയപ്പോഴാണ് ജനങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹം നേരിട്ട് ഇടപെടാനും, പരിസ്ഥിതി, സ്ത്രീ, മനുഷ്യാവകാശ വിഷയങ്ങളിൽ ഇടപെടാനും അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതി ഒരു പ്രത്യേക തരത്തിലാണ്. ആ സംഭാഷണ രീതി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, വളർന്നു വന്ന രാഷ്ട്രീയം, പ്രത്യേകിച്ചും ഏറ്റവും പിന്നോക്കക്കാരായ മനുഷ്യരോട് ആവർത്തിച്ചുറപ്പിച്ച് നിർത്തി പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് തന്നെയാണ് അദ്ദേഹം അവസാനം വരെ സ്വീകരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ആ സ്വീകാര്യത കിട്ടിയ ഒരു PR വർക്കും വേണ്ടി വന്നില്ല. അച്യുതാനന്ദന്, പഴയ അച്യുതാനന്ദൻ, മാരാരിക്കുളത്ത് തോറ്റ അച്യുതാനന്ദനിൽ നിന്ന് 2006-ൽ 10 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായപ്പോഴേക്കും അച്യുതാനന്ദൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, സമൂഹത്തിന് പ്രിയങ്കരനായി. സ്ത്രീകളൊക്കെ ഒരു കാലത്ത് അച്യുതാനന്ദന്റെ പ്രസംഗം കേട്ട ഓടിയിരുന്നു. പക്ഷേ അച്യുതാനന്ദന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി സ്ത്രീകൾ വന്ന് TV-യിൽ മുമ്പിലിരുന്ന ഒരു കാലത്തേക്ക് അത് എത്തി. അത് PR വർക്ക് കൊണ്ടല്ല, പൊളിറ്റിക്കൽ വർക്ക് കൊണ്ടാണ്. അച്യുതാനന്ദൻ രാഷ്ട്രീയമായി ജനകീയമായ വിഷയങ്ങൾ ഏറ്റെടുത്ത് വരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു. ഇവിടെ PR വർക്ക് കൊണ്ട് ആള് മാറിയിട്ടില്ല, രാഷ്ട്രീയം മാറിയിട്ടില്ല. അപ്പോൾ അത് അഭിനയം മാത്രം. അഭിനയിക്കേണ്ടി വന്നാൽ പ്രശ്നമാണ്. കാരണം നല്ല നടന്മാർക്ക് പോലും ചിലപ്പോൾ സ്വന്തം ജീവിതത്തിൽ അഭിനയിക്കേണ്ടി വന്ന വലിയ പ്രതിസന്ധിയാണ്. സാധാരണ ഒരു സിനിമയുടെ ഒരു ക്യാമറയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ എനിക്ക് അഭിനയിക്കാം, ഇവിടെ ഇരുന്ന് എനിക്ക് അഭിനയിക്കാം. പക്ഷേ ഞാനൊരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. ആ അഭിനയം വല്ലാത്ത പ്രതിസന്ധിയായി പോകും. ആ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകർ എന്ത് പറഞ്ഞാലും, അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാതാക്കൾ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇപ്പം എത്തിച്ചിട്ടുള്ളത്. വല്ലാതെ ദേഷ്യം വരുന്ന പിണറായി വിജയൻ വളരെ ക്രുദ്ധനാണ്.
വളരെ ആളുകളെ നിശിതമായി പറയും. എടോ ഗോപാലകൃഷ്ണ എന്ന് പറയും. അതൊക്കെ പറയുന്നത് പിണറായി വിജയനാണ്. മൈക്ക് കേടായാൽ മൈക്കുകാരനോട് തട്ടിക്കയറും. അതും പിണറായി വിജയനാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ സൗമ്യനായി ഏറ്റവും നല്ല മുത്തച്ഛനായി ഒക്കെ അഭിനയിക്കുക. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അപ്പൂപ്പൻ എന്നാണല്ലോ സ്വയം വിളിക്കുന്നത്. കുട്ടികൾ വിളിച്ചില്ലെങ്കിലും അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെയാണ് ശിവൻകുട്ടി അപ്പൂപ്പൻ കുട്ടികളോട് പറയട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതൊന്ന് മാത്രമല്ല, PR വർക്കിന്റെ ഭാഗമായും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ഭാഗമായും നോക്കി വായിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അധികവും. ഇപ്പോൾ ഞാനത് പറയാറുണ്ട്, മോഡിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം. മോഡി ഇന്റർവ്യൂവിന് തന്നെ ഇരിക്കില്ല. രാഹുൽ ഗാന്ധിയെ ഏത് വഴിയിൽ വെച്ച് നിങ്ങൾക്ക് മൈക്ക് കൊണ്ടുപോയി ഇതെന്താടോ ഇതെന്താന്ന് ചോദിക്കാം, ആർക്കും ചോദിക്കാം. മോഡി അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. മോഡിയുടെ അടുത്ത് എത്താനേ പറ്റില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പറ്റില്ല, പ്രധാനമന്ത്രി ആയപ്പോഴും പറ്റില്ല. പത്രക്കാരൊന്നും അദ്ദേഹത്തിന് 5 പൈസയുടെ ബഹുമാനില്ല. ഒരു സംഗതിയില്ല. മാധ്യമങ്ങൾ എന്ത് വേണി പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ മാധ്യമങ്ങളെ വേറെ രീതിയിൽ പിടിക്കാൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് വേണ്ടി മാധ്യമങ്ങൾ വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മോഡിക്ക് പ്രശ്നമല്ല. പക്ഷെ പിണറായി വിജയൻ അത്രയും കിട്ടുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ VD സതീശനെ നിങ്ങൾ എവിടെ നിർത്തി വേണിച്ചു നോക്കി. VD സതീശനോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ അല്ലെങ്കിൽ ഈവൻ MA ബേബി അതുപോലെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് വഴിയിൽ എവിടെ നിർത്തി വേണിച്ചു നോക്കി. MV ഗോവിന്ദനോടും ചോദിക്കാം. പക്ഷെ അങ്ങനെ വഴിയിൽ നിർത്തി അബ്രപ്റ്റായിട്ടൊരു ചോദ്യം പിണറായി വിജയനോട് ചോദിക്കാൻ ധൈര്യം ഉണ്ടാവും? ചോദിക്കാൻ അങ്ങനെ സമ്മതിക്കില്ല, മിണ്ടില്ല, മിണ്ടാതെ അങ്ങ് പോവുള്ളൂ. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞില്ലേ എത്രയോ കാര്യം, കപ്പ് വെച്ച കാര്യം ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ എനക്കറിയില്ല, കപ്പ് വെച്ച കാര്യം എനിക്കറിയില്ല, ഞാൻ കപ്പിൽ ആരോ കപ്പ് കൊണ്ടുവന്ന് വെള്ളം കുടിച്ചു, ഞാൻ കുടിച്ചു. ആ കപ്പ് വച്ചതിന് ഇവിടെ എത്ര സ്തുതിപാഠകർ എന്തൊക്കെ എഴുതി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇരയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് കപ്പാണ്. പക്ഷെ ഒരു കപ്പേ കേരളത്തിൽ നിന്ന് വന്നുള്ളൂ, പിന്നെ കപ്പ് വന്നില്ല. ഒരു സിനിമാ പ്രവർത്തകയെ അതിക്രമം നടന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെ മുൻ MLA പറഞ്ഞ കേസിൽ കപ്പൊന്നും വന്നില്ല. ബാക്കി നിരവധി കേസുകളിൽ അദ്ദേഹത്തിന് കപ്പ് വന്നില്ല. ഈ ഒരു കപ്പ് വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല ഈ കപ്പിന്റെ കാര്യം, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് ഒരു ചാനലിൽ കണ്ടത്. അതെന്തായാലും നിൽക്കട്ടെ. പക്ഷെ ഞാൻ ഇന്റർവ്യൂവിന്റെ കാര്യമല്ല, അതൊരു കൺട്രോൾഡ് എൻവറോൺമെന്റിലാണ്, നിയന്ത്രിതമായ അന്തരീക്ഷത്തിൽ നടക്കുന്നതാണ് ഇന്റർവ്യൂ. പക്ഷേ മറ്റതല്ല. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പോലും ചിലപ്പോൾ വല്ലാതെയായി. ഇപ്പോൾ G സുധാകരനെതിരെ ഇപ്പൊ ചെറ്റ എന്ന പ്രയോഗം, ചെറ്റത്തരം എന്ന പ്രയോഗം അത്ര നല്ലതാന്നാ. എന്താ ചെറ്റത്തരം എന്നുള്ള വാക്കിനർത്ഥം എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചു. AK ബാലൻ്റെയിലുള്ള തീവ്രത നീ കണ്ടു എന്ന് എൻ്റെ ഇല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, തീവ്രത എന്തായാലും ചെറ്റത്തരം എന്ന വാക്ക് ചെറ്റപ്പുരയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ചെറ്റപ്പുരയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചെറ്റത്തരം എന്ന വാക്കിന് നിർവചനം വന്നത്. അതിൻ്റെ പിന്നിൽ ജാതിയുണ്ട്, സാമ്പത്തിക വ്യത്യാസമുണ്ട്, ശ്രേണീബദ്ധമായൊരു വാക്കാണത്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് വാക്കാണത്. ഇതിന് വ്യാഖ്യാനങ്ങൾ എന്ത് വേണേ പറഞ്ഞോട്ടെ, ബാലന്റെ നിഘണ്ടിയിൽ എന്ത് വേണേ വന്നോട്ടെ. അദ്ദേഹം വൃത്തികേട് നല്ല പറഞ്ഞ് G സുധാകരൻ വളരെ വലിയ വൃത്തികേടാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. വേറെ വാക്ക് എനിക്കറിയില്ല എന്ന്. വൃത്തികേട് എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് അറിയില്ല. അല്ലെങ്കിൽ മോശമായൊരു പ്രവൃത്തിയാണ്, വളരെ വളരെ മോശമാണ് G സുധാകരൻ എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോഴാണ് ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് വന്നത്, ചെറ്റത്തരം എന്ന്. അതുപോലെ തന്നെയാണ് പബ്ലിക്കിൽ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോന്നിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പാവ സഖാവാണ്, സഖാവെ ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ അത് അവഗണിച്ചാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞാൽ അത് അവഗണിക്കാം, ഒന്നത് അവഗണിക്കാം. അതിന് പകരം വീട്ടിൽ പോയി ചോദിക്കുന്ന അത് വളരെ വലിയ വിഷയമായി. വീട്ടിൽ പോയി ചോദിക്കുന്നുള്ളൂ. എന്താ കാര്യം? വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ചോദിക്കാനല്ലോ, മുഖ്യമന്ത്രിയോടല്ലോ. മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട കാര്യം വീട്ടിൽ പോയി ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. അതിന് വ്യാഖ്യാതാക്കൾ വന്നു. ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാളിങ്ങനെ ചോദ്യം ചോദിച്ചാൽ അത് ശല്യമാവില്ല? ശല്യമാവും അദ്ദേഹത്തിന്. കാരണം വെച്ചാൽ നോക്കി വായിക്കണേൽ ഫ്ലോ പോവും. അതായിരിക്കും. എന്നാൽ പോലും നിർത്തി കണ്ണൊക്കെ വെച്ച് വായിച്ചാൽ പോരെ. ഇനി ഇങ്ങനെ അല്ലാതെ പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വലിയ വൈറലാണല്ലോ. ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി 2016 സമാനമായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ബാറുകളുടെ എണ്ണം ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം 10% വെച്ച് ഓരോ തവണയും കുറയ്ക്കും. അദ്ദേഹം വിവരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ അവിടെ നിന്നിട്ട് വലിയൊരു വർത്താനം, അതെങ്ങനെയാ പറ്റുക, അതെന്താ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ബഹളം. ഉമ്മൻചാണ്ടി ചിരിച്ചൊരു ചിരിയുണ്ട്. മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഒറ്റയടിക്ക് നിർത്തണ്ട എന്ന് പറഞ്ഞത്. അവൻ വെള്ളടിച്ച് നിൽക്കുന്ന ആളാണ്.
അത് വളരെ ഫലിതത്തോടു കൂടി പറയുകയും ആ പറഞ്ഞ ആൾ പോലും ചിരിക്കുകയും സദസ്സിലുള്ള ആളുകൾ മുഴുവൻ ചിരിക്കുകയും ചെയ്തു. ഇത് രണ്ട് രീതിയാണ്. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടെന്ന് MA ബേബി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രീതി ഇത്തരത്തിലുള്ള മുരടൻ വർത്തമാനമാണ് എന്ന് സത്യസന്ധമായി പറയുന്നതിന് പകരം അദ്ദേഹത്തെ സോപ്പിട്ട് പുട്ടിയിട്ട് അദ്ദേഹത്തെ അഭിനയിപ്പിക്കുന്ന ഈ രീതി ഉണ്ടല്ലോ, ഇത് വളരെ അപകടം പിടിച്ചതാണ്. ശരിയാണ്, എല്ലാ രാഷ്ട്രീയ നേതാക്കളും തെരഞ്ഞെടുപ്പാകുമ്പോൾ കുറച്ച് പുട്ടിയൊക്കെ ഇടും, കുറച്ച് ആക്ഷനൊക്കെ എടുക്കും, കുറച്ച് ഇത് പറയും. സത്യസന്ധമായി തൻ്റെ ഉള്ളിലുള്ള എന്താന്ന് പറയില്ല. ഉള്ളിലുള്ളത് എന്താണെന്ന് പറയുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കൾ. അവിടെയാണ് സഖാവ് നായനാരെ നമ്മൾ ബഹുമാനിക്കുന്നത്. നായനാർ പല അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്ന് രണ്ട് ചിരി ചിരിച്ചാൽ നായനാരുടെ അബദ്ധം അലിഞ്ഞു പോകും. നമുക്കറിയാം, ഇവിടെ റേപ്പ് നടന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ ചായ കുടിക്കുന്ന പോലെയല്ലേ മോനെ അമേരിക്കയിൽ റേപ്പ് നടക്കണേ. യഥാർത്ഥത്തിൽ വളരെ സ്ത്രീവിരുദ്ധമാണ്. പക്ഷെ ഇന്നത്തെ അത്ര പൊളിറ്റിക്കൽ അല്ല എങ്കിൽ പോലും. പക്ഷെ നായനാർ പറഞ്ഞുകൊണ്ടല്ലേ അത് ആളുകൾ എന്ന് പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞൊരു ചിരിയും ചിരിക്കും. അത് നായനാരുടെ ശൈലിയാണ് എന്ന് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ പിണറായി വിജയന്റെ ശൈലി എന്താണ് എന്ന് സത്യസന്ധമായി പറയാൻ പാർട്ടി തയ്യാറല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടും. എത്ര കോടി രൂപയുടെ PR വർക്ക് നടത്തിയാലും, എത്ര കൺട്രോൾഡ് ആയിട്ടുള്ള എൻവറോൺമെന്റ് ആയാലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്ന എനിക്ക് ബഹുമാനം സത്യസന്ധനായ പിണറായി വിജയനെയാണ്. തൻ്റെ ശരിയായ രൂപത്തിൽ അത് പറയുക. PR വർക്ക് കൊണ്ട് എത്ര കാലം അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.